അല്ല, ഇതിൽ താങ്കൾ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയൊക്കെ മതേതരത്വം എന്നാണ് താങ്കൾ സൂചിപ്പിച്ചത്. അതിനിടയിൽ കപട മതേതരത്വം എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ നിലപാടുകൾ കപട മതേതരത്വമാണ്. കാരണം മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളോടുമുള്ള നിലപാട് തുല്യമായ നിലപാടാവണം. BJP മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രം അതാണ്. എല്ലാവർക്കും തുല്യനീതി, ആരോടുമില്ല പ്രീണനം. ഇവിടെ കോൺഗ്രസും CPM എടുക്കുന്ന നിലപാടെന്താ? പ്രീണന നിലപാടല്ലേ അവരെടുക്കുന്നത്. അവർക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? CPM-ന് ഈ വിഷയത്തിൽ സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ പറ്റുന്നുണ്ടോ? കോൺഗ്രസിന് പറ്റുന്നുണ്ടോ? അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചുള്ള ഹമാസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിം ലീഗ് നടത്തിയ ഒരു റാലിയിൽ ശശി തരൂർ പങ്കെടുത്തു. കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ശശി തരൂർ പങ്കെടുത്തു. ആ ശശി തരൂർ 10,000-ങ്ങളെ സാക്ഷി നിർത്തി അവിടെ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ഹമാസ് തീവ്രവാദികൾ എന്ന വാക്ക് വീണു. ഹമാസ് തീവ്രവാദികൾ എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചതിന് ശേഷം, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞ ശേഷം മുസ്ലിം ലീഗിലെ 2 നേതാക്കന്മാരത് തിരുത്തി. അദ്ദേഹം പറഞ്ഞു, ശരിയല്ല, ഹമാസ് തീവ്രവാദികളല്ല എന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായിട്ടുള്ള MP ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവിനെ അതേ വേദിയിൽ വെച്ച് തിരുത്തും മുസ്ലിം ലീഗ്. ഇതേ മുസ്ലിം ലീഗിനെയാണ് പണ്ട് നെഹ്റു ചത്തകുതിരയെന്ന് വിശേഷിപ്പിച്ചത്. ചത്തകുതിരയെന്ന് വിശേഷിപ്പിച്ച മുസ്ലിം ലീഗിനെ, ആ മുസ്ലിം ലീഗിന് ജീവൻ വെപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇന്ന് ചത്തകുതിരയായി മാറിയ കോൺഗ്രസിന് നേർക്ക് കുതിര കയറിക്കൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് വലിയ റാലിയിൽ വെച്ച് ഹമാസ് തീവ്രവാദികൾ എന്ന് പറഞ്ഞ സമയത്ത് അതേ കോൺഗ്രസിൻ്റെ പുതുതലമുറയിലെ ആൾക്കാരാണ് ശശി തരൂർ പറഞ്ഞത് ശരിയല്ല, ഹമാസ് തീവ്രവാദികളല്ല എന്ന് പറഞ്ഞപ്പോൾ തലയും താത്തി ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവിന്, നെഹ്റു ചത്തകുതിരയെന്ന് വിശേഷിപ്പിച്ച മുസ്ലിം ലീഗിന്റെ പരിപാടിയിൽ പങ്കെടുത്ത നേതാവിന് തലയും താത്തിയിരിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ് നിലപാട് പറയാൻ പറ്റാത്തത്? അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, കോൺഗ്രസിനെ മുസ്ലിം ലീഗ് വിഴുങ്ങിക്കഴിഞ്ഞു.